everyone, welcome back to yet another episode. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഹസ്ബൻഡ് ഡസ് വോയിസ് ഓവർ ഫോർ മൈ മേക്കപ്പ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വോയിസ് ഓവറിന് ആളെ പിടിച്ചിരുത്തിയിട്ട് ഈ മേക്കപ്പ് വീഡിയോ കൊടുക്കണം. എന്നിട്ട് ആൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറയാനാണ് ഞാൻ പറയുക. ഞാൻ എന്താണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നതെന്നോ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ലൈക്ക് ഹസ്ബൻഡ് ഡസ് മൈ മേക്കപ്പ്. അതിൽ കുറച്ചൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ ഓവറായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി തന്നെ ഞാൻ നന്നായിട്ട് ബ്രോൺസറും അതുപോലെ ഐലാഷ് കേളറും അങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആക്കുന്ന കുറേ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഐ ഷാഡോസ് ഒക്കെ, അത് മിക്കവാറും ഐ ഷാഡോയ്ക്ക് ലിപ്സ്റ്റിക് എന്നൊക്കെ ആയിരിക്കും, ബ്ലഷ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പം അങ്ങനെ കൺഫ്യൂസ് ആക്കുന്ന കുറേ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആൾ എങ്ങനെയായിരിക്കും ഇതിനൊരു വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓൾസോ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രൊഡക്ട്സിന്റെ കറക്റ്റ് പേര് അറിയണം, ഏത് കമ്പനിയാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ do comment. I'll mention that in the comment box or the description. അപ്പോൾ രണ്ട് മൈക്ക് ഉണ്ട്, ഒന്ന് എൻ്റെ കയ്യിലും ഒന്ന് പുള്ളിയുടെ കയ്യിലും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയത്തില്ല. ഇനി എൻ്റെ മേക്കപ്പിൽ ഞാൻ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ വ്യക്തമായി വൃത്തിയോടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന പോലെ പറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് സീ. ഗൈസ്, നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല ഗൈസ്, എന്നാലും നമുക്ക് ശ്രമിക്കാം. That is lip gloss? അല്ല. Okay. Now she's going for foundation? അല്ല. അല്ല. പറഞ്ഞോ. Foundation ഇടാൻ concealer? Concealer. That's concealer. Okay guys. കുട്ടി concealer ഇട്ടിട്ടുണ്ട് guys. Come on. ഇനി അത് ബ്ലെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് guys. ഇപ്പൊ എന്താ ചെയ്യുന്നേ? കൺസീലർ ഫൗണ്ടേഷൻ രൂപത്തിൽ ബ്ലെൻഡ് ചെയ്യുന്നു. കൺസീലർ എങ്ങനെ ഫൗണ്ടേഷന്റെ രൂപത്തിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ എന്താ ചെയ്യുന്നേ? അത് ഫൗണ്ടേഷൻ. അപ്പൊ ഇപ്പൊ നേരത്തെ ഇട്ട എന്താ? കൺസീലർ. അല്ല, ഇത് ഫൗണ്ടേഷൻ അല്ല, ഇത് ബ്രോൺസർ. ഓക്കേ. അതെന്താ ചെയ്യുന്നേ? ചുമ്മാ ബ്ലെൻഡ് ചെയ്യുന്നു നമ്മുടെ സ്കിൻ. അതെന്താ അവിടെ ചെയ്യുന്നേ? സ്കിൻ ടോൺ മാച്ച് ആക്കാനാ. അതിന്റെ മുകളിൽ ചെയ്യാത്ത? അതറിയത്തില്ല. അതായത് നമ്മൾ ജോ ലൈനിന് ഇത് ചെയ്യാനായിട്ട് ഒരു ബ്രൗണിഷ് ഷെയ്ഡിലുള്ളത് ബ്രോൺസ് ചെയ്യാണത്. ഓക്കെ. ഇത് ചീക്ക്, എനിക്ക് അത്യാവശ്യം നല്ലധികം കവിളുള്ളതുകൊണ്ട് അതായത് ഒരു ചീക്ക് ലൈൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ബ്രോൺസ് ചെയ്യാണ്. അപ്പോൾ ബ്രോൺസ് ചെയ്യുന്നതിൻ്റെയാണ് ഈ ഒരു കളർ, ഒരു ബ്രൗണിഷ് കളറിൻ്റെ ആണ് ബ്രോൺസർ. ഇതെന്ത് ചെയ്യുന്നു? ബ്രോൺസിങ്. ഓക്കെ. അപ്പൊ അതെന്താ ചെയ്യുന്ന? ബ്ലെൻഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഉണ്ട് ബ്രോൺസ് ചെയ്തതും ചെയ്യാത്ത സ്ഥലത്തും. മറ്റേതിൽ ഒരു ഡിഫൈൻഡ് ആയിട്ട് കാണും, ബ്രോൺസ് ചെയ്യാത്തടുത്ത് നമുക്ക് ഡെഫിനിഷൻ ഉണ്ടാവില്ല. പല ടൈപ്പിൽ ബ്രോൺസ് ചെയ്യാം. ഇത് ബ്രോൺസർ പൗഡർ ആണ്. ഇത് മൊത്തത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് പോലെ ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നാലും സാരില്ല, അടുത്ത പറഞ്ഞു. ബ്രോൺസിങ് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇതെന്താ? ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. നിങ്ങൾ ഫൗണ്ടേഷനിൽ നിന്ന് വിട്, ഫൗണ്ടേഷന്റെ പരിപാടി കഴിഞ്ഞ്. ഓക്കെ. ഇത് നമ്മൾ ബ്ലഷ്. ഓക്കെ. നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ ബ്ലഷ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്രാൻഡ് അല്ല, ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇതിന്റെ പേരെന്താ? സ്പഞ്ച്. അല്ല, ബ്രഷ്. That's a common word. സ്പഞ്ച് മറ്റേ വേറെയാണ് സ്പഞ്ച് കാണാൻ, ഇത് ബ്രഷാണ് ആക്ച്വലി. കുട്ടി ലുക്ക് കൂടി വരുന്നുണ്ട് ഗൈസ്. കുട്ടിക്ക് ബ്ലഷ് കൊള്ളാം. ഓക്കെ. That's it. അവിടെ തീരുന്നില്ല ഗൈസ്. എന്താണ് അത്? ഐബ്രോ eyeliner? No. Eyebrow marker. കൊള്ളാം. ഐബ്രോ പെൻസിൽ. എന്നിട്ട് അത് കോംബ് ചെയ്യാം. അതിൽ ഒരു അറ്റാച്ച്ഡ് ബ്രഷ് വെച്ച് വരുന്നതുണ്ട്, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ബ്രഷസ് ഉണ്ട്. ഐബ്രോ പെൻസിലാണിത്, ബ്രൗൺ കളർ. അതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. ഇപ്പം എന്താ ചെയ്യുന്നത്? That's eyeliner. കാജൽ.
അടുത്ത എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇതെന്താണ്? ഇത് പെട്ടെന്ന് ഗസ് ചെയ്തിട്ട് പറയണം. ഇതിനെന്താ പറയാ? മയിൽപീലിക്ക് കൺപീലി വൈൽപീലിക്ക് കൺപീലി ഐലാഷസ് സംതിങ്. ഐലാഷ് കേളർ ആണ്. ഓക്കെ. ആൻഡ് ഇതെന്താ ഞാൻ ചെയ്യുന്നത്? ചുമ്മാ ഒരു അലങ്കാരത്തിന്. എന്താണ് ആ അലങ്കാരത്തിന് ഇടുന്നത്? ഗ്ലിറ്റർ അല്ല. ഗസ്. ദാറ്റ് ഈസ് ഐ. ഐലിടുന്നതിന് അല്ലെങ്കിൽ ഐയില് കളേഴ്സ് വരുന്നതിന് നമ്മൾ എന്താ പറയാ? ഐ കളർ. ഐ ഷാഡോ. ഓക്കെ. ഐ ഷാഡോ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ. ഐ ഷാഡോ ലുക്സ് ഗുഡ് ഓൺ യു. അത് 2 കളർ നമ്മൾ ഇടുന്നുണ്ട്. ഫസ്റ്റ് നമ്മളൊരു പിങ്ക് ഷെയ്ഡ് ഇട്ട് കൊടുത്തു. അതിൽ ഫിംഗേഴ്സ് വെച്ച് തന്നെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. എയ്തർ വി ക്യാൻ യൂസ് ബ്രഷ് ഓൾസോ. പിന്നെ വേറൊരു കളർ എടുത്തു. എന്തിനാ 2 കളർ? ഒരു കോൺട്രാസ്റ്റ്. അല്ല, നമ്മൾ എപ്പോഴും ഐ ഷാഡോസ് കൂടുതലും മിക്സ് ചെയ്യുമ്പോൾ സിംഗിൾ കളറിനേക്കാൾ ഡബിൾ ഒരു ഷെയ്ഡായിരിക്കും കൊടുക്കല്. ഇപ്പം ഞാൻ ഇട്ടത് ആക്ച്വലി ഒരു ഗ്ലിറ്റർ കൂടെ ഉള്ളതാണ്. ഫസ്റ്റ് ഇട്ട ഒരു പ്ലെയിൻ കളറും പിന്നെ അതിൻ്റെ മുകളിലൊരു ഗ്ലിറ്റർ കൂടാണ് കൊടുത്തത്. ഓക്കെ. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം ഐ ഷാഡോൻ്റെ പ്രോസസ്സ് തീരുന്നില്ല ഗൈസ്. അടുത്ത എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അടുത്തത് ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ആയിരിക്കും ഗൈസ്. ഗസ് ചെയ്. അടുത്തത് ലിപ്സ്റ്റിക്. ഉറപ്പാ? ഉറപ്പില്ല. എന്താ ഇതെന്താണെന്ന് പറയണം. എന്താ ഇത്? അതെന്താണെന്ന് അറിയില്ലോ. ഗസ് അടിച്ചോ? എന്തോ ബ്ലെൻഡർ ആണ്. അതായത് നമ്മുടെ കണ്ണിന് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി എൻഡിൽ ജസ്റ്റ് നമ്മൾ വേറൊരു ഷെയ്ഡ് ഇടുന്നു എന്നേ ഉള്ളൂ. എന്താ അത് പറയാ? അതിന് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. ഐ ഷാഡോ തന്നെ. ഷാഡോ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഐ ലൈനിങ്. ഐ ലൈനിങ് ചെയ്യുന്നതിന് ആ സാധനത്തിന് എന്താ പറയുന്നത്? അതിന് ഐലൈനർ. വെരി ഗുഡ്. ഐലൈനർ. ഓക്കെ. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട് കണ്ണിൽ. അതെന്തായിരിക്കും? കണ്ണിനുള്ളിൽ കാമനട്ടം. അതല്ല, വേറെ സ്റ്റെപ്പ് എന്തായിരിക്കും? വേറെ സ്റ്റെപ്പ്. കണ്ണിനകത്തുള്ള വേറെ സ്റ്റെപ്പ്. ഐ ഷാഡോ കഴിഞ്ഞു, കാജൽ കഴിഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? കണ്ണാടി വെക്കുന്നതാണോ? അല്ല. എന്താ ഇത്? ഇത് ഐലാഷസ് ഷെയ്ഡർ. ഐലാഷസ് ഷെയ്ഡ്. നമുക്ക് പുതിയ അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിക്കാം. ദിസ് ഇസ് മസ്കാര. കോമൺ ആയിട്ടുള്ള മസ്കാര അറിയില്ല. അല്ല, മസ്കാര ഈ നേരത്തെ പറഞ്ഞ പോലെ മയിൽപീലിക്ക്, കൺപീലിക്കാണ് മസ്കാര. ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ എവിടെയോ ഒട്ടി നിൽക്കുന്ന മുടി മാറ്റാം. അതെങ്കിലും കറക്റ്റ് ആയല്ലോ. ഓക്കെ. അപ്പൊ കണ്ണിന്റെ ഫുള്ള് കഴിഞ്ഞു. കണ്ണിൽ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? കണ്ണിൽ ഐലാഷസ് ഓൾറെഡി എനിക്ക് ഉള്ളത്, ഞാൻ വേറെ വെച്ചിട്ടില്ല. ഇല്ലല്ലേ? അപ്പൊ ഐലാഷ് കേളർ, മസ്കാര, കാജൽ. ഓക്കെ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ലിപ് ലൈനിങ്. യെസ്. ലിപ് ലൈൻ ചെയ്യുന്ന അതിനെന്താ പറയുന്നേ? ലിപ് ലൈനർ. ഇതോ? ഇത് ലിപ്സ്റ്റിക്. അത് ചേരാത്തൊരു കളറാന്ന് തോന്നുന്നുണ്ട്. നല്ല ചേരുന്നുണ്ട്. ആ ലിപ് ലൈനറുമായിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഹെയർ സ്റ്റൈൽ ഒരു സുഖമില്ലാന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചായിരുന്നോ? ഞാൻ ഹെയർ സ്റ്റൈലിൽ ലുക്ക് ഉണ്ടോന്ന് ചോദിച്ചായിരുന്നോ? സജഷൻസ് പറഞ്ഞൂടെ? പറയാൻ പറഞ്ഞതിൽ പറഞ്ഞില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ്. ചോദിച്ചോ? അപാകത അവിടെ ഇരിക്കട്ടെ. മേക്കപ്പ് ലുക്കിന് എത്ര മാർക്ക് കൊടുക്കും? മേക്കപ്പ് ലുക്കിന് ഞാനൊരു 9 മാർക്ക് കൊടുക്കും. ഒന്നും അറിയത്തില്ലെങ്കിൽ മാർക്ക് കൊടുക്കാൻ ബുദ്ധിമാനാ. I hope you like this video, and if you like this video, please don't forget to like, share, comment and subscribe. See you on my next video, and okay, bye bye.